സത്യത്തിൽ ആർക്കും ചോദിക്കാം, ഒരെച്ചോടിക്കെന്താ ചൊറിച്ചിൽ കാര്യമെന്ന്. അല്ലേ മിസ്റ്റർ വിറ്റിച്ചി? അല്ല ദീപം സാറേ. എന്നാൽ ഒരു പക്ഷെ പറഞ്ഞു വരുമ്പോഴ് വമ്പന്മാരായ ചൊറിച്ചിലുകാര് പലരും സിവിലുകാരാണ്. അല്ലേ മിസ്റ്റർ ജമ്പാൻ സാർ? ആനേ. അങ്ങനെ നോക്കുമ്പോ ഈ ചൊറിച്ചില് നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് വിഷയമാണ്. എന്താടോ, വേറിട്ടൊരു അഭിപ്രായം ഉണ്ടോ ഗ്രൂപ്പ് ട്യൂട്ടർക്ക്? ജമ്പാൻ സാർ പറയുന്നതിനപ്പുറം ഡോണിനോടോ ട്യൂട്ടറുടെ അഭിപ്രായം തന്നെയാണോ? ആനേ. അപ്പൊ പിന്നെ ഈ പാവപ്പെട്ട എച്ചോടിക്കും ചൊറിച്ചില് ഇടപെടാമേ? വേണ്ട, എച്ചോടിയെ കണ്ടതുകൊണ്ട് മാത്രമല്ല, സൂര്യനേ ഉള്ളു കുടി. ഒരുമാതിരി ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് കേട്ടില്ല മിസ്റ്റർ ഊത്തപ്പൻ? ഉവ്. ഒരു ഭാഗത്ത് ഊത്തപ്പൻ തനിച്ച്, മറുഭാഗത്ത് സാറുമാരും ലാബ് അസിസ്റ്റൻസും. വർഷം 2-3 ഊത്തപ്പൻ, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ കിടന്ന് ഈ പിള്ളേരെ ചൊറിയുന്നു. ഈ വന്ന കാലമെല്ലാം ജയിച്ചത് മുഴുവൻ ഊത്തപ്പൻ. ഇവരും ചമ്പാനും ഒക്കെ എന്നും തോറ്റു വന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഈ വർഷം ഇവരും തീർത്താ കലിപ്പിലാണ് ഊത്തപ്പ. ഊത്തപ്പൻ ഈ വർഷം കൂടി ചൊറിയാൻ ഇറങ്ങിയാല് അതിനെന്ത് വില കൊടുത്തായാലും കൊമ്പ് കുത്തിക്കുമെന്ന പ്രജ്ഞയിലാണ് ഇവർ. സോ വെറുതെ റിപ്പീറ്റ് ആവാനൊന്നും നിൽക്കാതെ വേണ്ടി വന്ന അതുകൊണ്ട് ചെയ്യും ഞങ്ങള്. ഗ്രൂപ്പ് ട്യൂട്ടർ. ഓ കേട്ടില്ലേ, വല്ലാത്തൊരു കലിപ്പില സാറുമാര്. 2-2.5 കൊല്ലം സിവിലിലെ പിള്ളേരെ മൊത്തം അടക്കിച്ചൊറിഞ്ഞിട്ടും കടി തീർന്നില്ലേ ഊത്തപ്പൻ? ഇനി അതങ്ങ് മതിയാക്കണം. ഇവർക്കും ഒരവസരം കിട്ടട്ടെ. ഈ സിവിലിലെ ചൊറിയന്മാരല്ലേ ഇവരും? ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി, അതായത് ഈ നിൽക്കുന്ന ജമ്പാൻ സാറിന്റെ ഒക്കെ തലവൻ. സാറി എച്ച്ഒഡി ആയെങ്കിലും ഇവരൊക്കെ ഇപ്പോഴും പേടി തന്നെയാ, അല്ലയോ? അവിഡിയോഡിക് ഊത്തപ്പൻ, ഡിപ്പാർട്ട്മെന്റിലെ 2 ചൊറിയന്മാര് തമ്മിൽ സ്പർദ്ധ വേണ്ടെന്നേ ഞാൻ കരുതിയുള്ളൂ. ബട്ട് യു ടെറിബിളി മിസ്റ്റേക്ക് മീ. എച്ച്ഒഡിയുടെ മൈമേറിയണമെങ്കിൽ മെസ് ബില്ല് മറച്ചു കിട്ടുന്ന പണം കൊണ്ട് കണ്ട ബാറിൽ പോയി വെള്ളമടിച്ച് കുട്ടികളുടെ മുമ്പിൽ ജണിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ ക്ലാസ്സിൽ കയറണം, നോട്ട് എഴുതണം, അത് മറിച്ചു നോക്കണം. കുറഞ്ഞപക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ. നേരാ സാറേ, ഊത്തപ്പം ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഫസ്റ്റ് ഇയറിലായിരുന്നു തുടക്കം. കൺമുമ്പി വെച്ചെന്റെ ഇന്റേണൽ അണ്ടറാക്കിയ മാത്സ് ടീച്ചറെ ചൊറിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ബിടെക് തുടങ്ങുമ്പോ എനിക്ക് 5 സപ്ലി. ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ് ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്നെന്റെ 20ാമത്തെ പിറന്നാളാ. പുസ്തകങ്ങൾ തുറന്നു തുടങ്ങിയ 3ാം സെമ്മിന്റെ ഇന്റേണൽ കണ്ടിറങ്ങുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളയ്ക്കുക സാറേ. ദേണ്ടി നീളത്തിലുള്ള പൂജ്യങ്ങള്, അതുപോലെ 3ഉം 4ഉം ഒക്കെ. അന്ന് കൈമലർത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട സാറന്മാരെന്റെ ശവത്തിൽ കുത്തിയത്. പോയി പഠിച്ച് 60 വാങ്ങിച്ചോളാൻ. ഞാൻ വിയർക്കുന്ന കാഴ്ച കണ്ട് രസിച്ചും ചൊറിഞ്ഞും ലാബിലും സെമിനാറിലും വിറപ്പിച്ച് നടക്കുന്നവരുടെ പളുപളുത്ത കുപ്പായത്തിനോട് അന്നൊന്ന് തീർന്ന സാറേ ബഹുമാനം. ഇപ്പൊ എനിക്ക് അവരോട് സാറ് ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ എന്നാ വീട്ടി നീ തലകുലിക്കല്ലോ. അയ്യോ, ഇറവറൻസ്, ബഹുമാനക്കുറവ്. ശരിയാ സാറേ. പിന്നെ മെസ് ബില്ല് മറിച്ച് വെള്ളടിക്കുന്ന കാര്യം, അതൊരു കഥയാ. 3ാമത്തെ സെമ്മിൽ വാഷാദിന് ശേഷം ചൊറിച്ചിലെല്ലാം കുറച്ച് LHയിൽ നിന്ന് നോട്ട്സ് വാങ്ങി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോ ഇന്നത്തെ ഈ ചൊറിച്ചിൽ രാജാവിന് എക്സാമിന്റെയും കണ്ടർനേഷന്റെയും കാശ് തന്നത് എച്ച്ഒഡിയും ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല, ഒലവക്കോട്ടുള്ളൊരു ബാറുകാരാ, സൂര്യ ബാറ്. അതിന്റെ സ്മരണയില സാറേ എന്റെ റൂമിന്റെ ഉള്ളിൽ ഇപ്പോഴും വെള്ളമടി. മിസ്റ്റർ ഉത്തപ്പൻ, എച്ച്ഒഡി എന്നതാടാ 2ാമത് ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഔട്ട്പോസ്റ്റ്. എന്നതാ?
ഔട്ട് പോസ്കൻ. പോസ്കൺ അല്ലടാ, സ്പോക്കൺ, ഔട്ട് സ്പോക്കൺ. ആ അത് തന്നെ. അതിന്റെ കുറവ് ഊത്തു സഹിച്ചോളാം. കേട്ടോ വെച്ചോടി, ചൊറിച്ചിലിന്റെ കാര്യത്തിലും അതെ, ക്ലാസ് കയറാത്തതിന്റെ കാര്യത്തിലും അതെ. എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടനില വേണ്ട. മനസ്സ് വെച്ചോ വെച്ചോടി. ഐ എം ഔട്ട് സ്പോക്കൺ. വാടാ. दिलों में बेदाग वफाएं सागर के दिल में